അപ്പോൾ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണേ. നമ്മുടെ കോച്ച് പൊസിഷൻ വന്നത് 5ആണ്. നമ്മൾ S5ലാണ് നമുക്കുള്ളത്. 74-75 നമ്മുടെ സീറ്റ്. നമ്മളിപ്പോൾ കൊല്ലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കണേ. നമ്മൾ കൊല്ലം ക്യാമ്പ് കഴിഞ്ഞ 2 മാസം നമുക്ക് ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അതവിടെ സ്റ്റുഡൻസ് എന്നറിയാണ്ടും പിന്നെ വേറെ കുറച്ച് സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം നമുക്ക് അവിടെ ക്യാമ്പ് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ കൊല്ലത്തേക്കാണ് പോണത്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 2:10 നമ്മുടെ 2:30ക്കാണ് ട്രെയിൻ. ഒരു 5 മിനിറ്റ് ലാഗ് കാണിച്ചിട്ടുണ്ട്. അവിടെ ഒരു 7:30ക്ക് എത്തും. നമ്മളവിടെ ഇപ്രാവശ്യം നമ്മൾ കഴിഞ്ഞ 2 മാസം മുന്നേ നമ്മൾ ഇരവിപുരത്ത് വെച്ചാണ് എടുത്തത്. ഇപ്പോൾ നമ്മൾ YMC അവിടുത്തെ YMC ഹോളിലാണ് നമ്മൾ സെറ്റാക്കിയത്. ഇവിടെ മാഷും ഉണ്ട്. അപ്പോൾ നമ്മുടെ ട്രെയിൻ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. നമ്മുടെ കോച്ച് ഇപ്പോൾ S5 നമ്മുടെ മുന്നിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിൽക്കാൻ പോവാണ് ഗൈസ്. ഇനി കൊല്ലത്ത് വെച്ചിട്ട് ഇപ്പോൾ മച്ചാന്മാര് നമ്മളിപ്പോൾ കൊല്ലം ജംഗ്ഷൻ സ്റ്റേഷനിൽ പോയി എത്തിയിരിക്കുകയാണ്. ഏകദേശം ഒരു 7:30 മണിയായിട്ട് കുഴപ്പമില്ല, ഓഫർ തന്നെ കിട്ടി. പുലർച്ചെ ഒന്നായിട്ടൊരു നമുക്കിപ്പോ YMC അല്ല മാറ്റിയില്ല. നമ്മൾ കൊല്ലം YMC എടുക്കണേ. ലാപ്സ് തന്നെ 20 നമ്മൾ എടുത്തോണ്ട് PS എക്സാം കാരണം നമുക്ക് അത് എടുക്കാൻ പറ്റിയില്ല. അപ്പൊ നമ്മൾ എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്കിപ്പോൾ വേറെ ലൊക്കേഷൻ നമ്മൾ പെട്ടെന്ന് ഞാൻ തന്നെ കണ്ടുപിടിച്ച കാരണം അവിടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഗൈസ്, അപ്പോൾ നമ്മൾ നമ്മുടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ കുഴപ്പമില്ല, നല്ല കാണാൻ കുഴപ്പമില്ല, നല്ല രസമുണ്ട്. നല്ല ബിൽഡിങ്ങുകളും ചെടികളും എല്ലാം നല്ല അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. മഴക്കാറുള്ള പോലെ ഉണ്ട്. അതുകൊണ്ട് അറ്റ്മോസ്ഫിയർ ഭയങ്കര തണുപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുമ്പോൾ കാണാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുമ്പോൾ. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോണേ. അപ്പോൾ നമ്മൾ നമ്മുടെ കൊല്ലം ക്യാമ്പ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാനാണ് പോണത്. ആൾക്കാർ കുറച്ച് കുറവാണ് വന്നിരിക്കുന്നത്. കുറേ പേര് ഇവിടെ മഴ വന്ന കാരണമാണ് കുറേ പേര് തിരുവല്ലയ്ക്ക് വരാമെന്ന് പറഞ്ഞിട്ട്. എന്നാൽ ഇപ്പോൾ ഏകദേശം ഒരു 3 പേരാണ് വന്നിരിക്കണേ. ഇങ്ങനെ കുറച്ചുകൂടി ആൾക്കാർ വരുമെന്ന് നമുക്ക് തോന്നുന്നില്ല. വരും, അപ്പോൾ നോക്കാം. ഇപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. 3 പേര് എന്തായാലും വന്നിട്ടുണ്ട്. അവർക്ക് എന്തായാലും ക്ലാസ്
ഇപ്പോൾ സമയം ഏകദേശം 1:30 ആയിട്ട്. അപ്പോൾ നമ്മുടെ ഒരു സീനിയർ ഉണ്ടായിരുന്നു, 6 ക്യാമ്പസിൽ 10th ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത ഒരാളുണ്ടായിരുന്നു. അതോടൊപ്പം ന്യൂ അഡ്മിഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ 2 സെക്ഷൻ കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ലഞ്ച് ചെയ്യാനാണ് പോകുന്നത്. നമുക്കിനി ക്ലാസ് വീട്ടിൽ 2:30 സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ക്ലാസ് റിവൈൻഡ് ചെയ്ത് നമസ്കാരം. ഇന്ന് കൊല്ലത്ത് നടന്ന പ്രോഗ്രാം ഞങ്ങൾ അറ്റൻഡ് ചെയ്തു. അത്യാവശ്യം ഒരു പബ്ലിക്കിൽ ഒരു പ്രശ്നമുണ്ടായാൽ എങ്ങനെ അത് നമ്മൾ നേരിടണം എന്നുള്ള ഒരു ഇതാണ് ആദ്യത്തെ ക്ലാസ്സിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. 1-2 ക്ലാസ്സുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മളൊരു നല്ല ലെവലിലെത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. ഹലോ, എൻ്റെ പേര് സുമേഷ് എന്നാണ്. എൻ്റെ സ്ഥലം കൊല്ലം. അപ്പോൾ നമ്മൾ ഓറ ബോക്സിനെ കുറിച്ച് ഫേസ്ബുക്കിൽ കണ്ടറിഞ്ഞ് വന്നതാണ്. അപ്പോൾ വന്നപ്പോഴാണ് ഇത് വന്നത്. എനിക്ക് നല്ല എന്താ പറയുക കോൺഫിഡൻസ് ഉണ്ടാകുമെന്ന് മനസ്സിലായത്. ഈ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് നല്ല കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്. അപ്പോൾ തുടർന്നുള്ള 5 ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എന്തായാലും നമുക്ക് നല്ലൊരു സെൽഫ് ഡിഫൻസ് നമുക്ക് പഠിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഹായ്, എൻ്റെ പേര് സഞ്ജയ് എന്നാണ്. എൻ്റെ സ്ഥലം കൊല്ലം കരുനാപ്പള്ളി. പിന്നെ ഇതിൻ്റെ പേര് ഓറ ബോക്സിംഗ് എന്നാണ്. അടിപൊളി ക്ലാസ്സാണ്. എല്ലാവരും മാക്സിമം ഇത് പഠിക്കണം. പ്രത്യേകിച്ച് നമുക്ക് എപ്പോഴാണ് അവരെന്ന് പറയാൻ പറ്റത്തില്ല. സ്ട്രീറ്റ് ഫൈറ്റ് ഇത് ചെയ്യാൻ പറ്റിയ അടിപൊളിയൊരു മെത്തേഡാണത്. മാക്സിമം നമ്മൾ എല്ലാവരും പഠിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അടിപൊളി ക്ലാസ്സാണ്, സെറ്റപ്പാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ കൊല്ലം ക്യാമ്പ് അവസാനിച്ചു. സമയം ഏകദേശം ഒരു 4 മണി 4:15 അപ്പോൾ എല്ലാവരും പോവാണ്. അപ്പോൾ നമുക്കിനി റെയിൽവേ സ്റ്റേഷനിൽ അവിടെ വെച്ചിട്ട് കാണാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഹാളിൽ പുറത്തേക്ക് ഇറങ്ങാൻ നമുക്ക് നമ്മുടെ റെയിൽവേ സ്റ്റേഷന് കാലത്ത് വന്ന പോലെ നടന്നിട്ടില്ല. നമ്മളിപ്പോൾ അടുത്ത മാസത്തേക്കും ഹാള് ബുക്ക് ചെയ്തിട്ട് നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാം. പിന്നെ നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് കാണാം. അപ്പോൾ ഗൈസ്, നമ്മുടെ പബ്ലിക് ലൈബ്രറിയുടെ ഹാള് ഒരു 4 മാസത്തേക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. പറയുമ്പോൾ ബ്ലോക്ക് ചെയ്ത് വെച്ചു. ആർക്കും നമ്മുടെ ഹാള് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് കുറച്ച് ടൈം എടുത്തു. നമുക്കിനി നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് റെയിൽവേ സ്റ്റേഷൻ വെച്ചിട്ട് കാണാം. ഇവിടെ വൈകുന്നേരം ആകുമ്പോഴേക്കും ഭയങ്കര തിരക്കുണ്ടാവും തോന്നുന്നു. തട്ടുവടയൊക്കെ റെഡിയാക്കി വയ്ക്കാം. സാധാരണത്തെ ഇവിടുത്തെ ഫുഡൊക്കെ അടിപൊളിയെന്ന് കേൾക്കാമല്ലോ, തട്ടുവട ഫുഡ്. നമുക്ക് അടുത്തോട്ടം ഭാഗ്യം ഉണ്ടെങ്കിൽ കഴിക്കാം. നമുക്ക് എന്തായാലും ഇനി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് കാണാം. നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് ഉണ്ട്, വെള്ളമൊക്കെ ഇല്ല. നമ്മളിപ്പോൾ പ്ലാറ്റ്ഫോമാണ് അന്വേഷിക്കണേ. ഒരു ആപ്പിൻ്റെ ഉള്ളിൽ പ്ലാറ്റ്ഫോം ഇട്ടിട്ടില്ല. അപ്പോൾ നമുക്ക് പ്ലാറ്റ്ഫോം നോക്കിയിട്ട് വേണം ഇനി നടക്കാൻ. ഇനി പ്ലാറ്റ്ഫോം കിട്ടിയിട്ട് നമുക്ക് പ്ലാറ്റ്ഫോം നമ്മുടെ കോച്ച് കോഴ്സിൻ്റെ അവിടെ ഗൈസ്. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ട്രെയിൻ ഇതാ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. S8 നമ്മുടെ കോച്ച്. അതിൽ 42-43 നമ്മുടെ സീറ്റ് കിട്ടിയത്. സൈഡ് അപ്പറും ഒരു മിഡിൽ ബർത്താണ് കിട്ടിയത്. നമ്മളിപ്പോൾ കയറുകയാണെങ്കിൽ നമ്മൾ തൃശ്ശൂർ ഏകദേശം ഒരു 9:30 എങ്ങാനും എത്തണം. 9:10 മണിക്ക് എന്തായാലും എത്തും. എന്നിട്ട് നമുക്ക് നാളെ നമ്മുടെ സ്വന്തം തൃശ്ശൂരിലാണ് നമ്മുടെ ക്യാമ്പ് വരുന്നത്. അപ്പോൾ ജസ്റ്റ് വീട്ടിൽ പോവാം, പിന്നെ ഫ്രഷ് ആവാൻ പിന്നെ തിരിച്ച് തൃശ്ശൂർ വരാം. അതന്നെയുള്ളൂ. ഇനി നമുക്ക് തൃശ്ശൂർ
കയറി ട്രെയിനിൽ ഒരിട്ട ആളില്ല ഗൈസ്. അപ്പോൾ നമ്മൾ നമ്മുടെ സീറ്റിലേക്ക് എത്തി. മുകളിൽ അറിയേണ്ട അപ്പുറത്താണ് കിട്ടിയത്. നമുക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റും. നമുക്കിനി തൃശ്ശൂർ എത്തിയിട്ടാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ കൊല്ലം ക്യാമ്പിൻ്റെ വീഡിയോ ഇതോടെ അവസാനിക്കുകയാണ്. നമ്മൾ തൃശ്ശൂരിലെത്തി. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ അമർത്തുക. ഇനി ഒരു പുതിയ വ്ളോഗുമായി കാണുന്നതുവരെ ടാറ്റ, ബൈ ബൈ.